IAS, IPS, IFS തുടങ്ങിയ ലക്ഷ്യം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ. നിങ്ങളുടെ IAS സ്വപ്നത്തിന് എപ്പോൾ മുതൽ പഠിക്കണം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? എങ്കിൽ അത്തരത്തിലുള്ള എല്ലാ സംശയങ്ങളും തീർക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. എപ്പോൾ മുതൽ പഠിക്കണം, അല്ലെങ്കിൽ ഏത് സമയം മുതൽ പഠിക്കുന്നതാണ് അതിന് ഏറ്റവും ബെസ്റ്റ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്ന സമയം, അതുമുതൽ എന്ത് കാര്യങ്ങളാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളോട് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം എപ്പോൾ മുതൽ പഠിക്കണം എന്ന് പറയുമ്പോൾ ആ സമയം കഴിഞ്ഞു പോയ ഒരാളാണെങ്കിൽ അയാൾക്ക് നേടാൻ പറ്റില്ല എന്നൊന്നുമില്ല. പക്ഷേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന, അപ്പോൾ ഡിഗ്രി ആണോ, സ്കൂളാണോ, PG ആണോ, അല്ലെങ്കിൽ ഏത് സമയം എത്തിയാലും വർക്ക് ചെയ്യുന്ന ആളാണോ, അത് മുതൽ പഠിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിലോട്ട് ചോദിക്കാം, ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡൗട്ട്സുകൾ ചോദിക്കാനും UPSC, IAS, IPS തുടങ്ങിയ കാര്യങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന, അല്ലെങ്കിൽ അതിൽ തന്നെ ഒരുപാട് മെറ്റീരിയൽസും ബുക്സുകളൊക്കെ ഷെയർ ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ ഷെയർ ചെയ്തിരുന്ന നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാരണം നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോഴും ഉണ്ട്. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പം IASലേക്ക് ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വളരെ ബേസിക്കൽ കാര്യങ്ങൾ അറിയുന്നതായിരിക്കും. IAS നേടാനുള്ള, അല്ലെങ്കിൽ എക്സാം എഴുതാനുള്ള ഏറ്റവും മിനിമം പ്രായം എന്ന് പറയുന്നത് 21 വയസ്സാണ്. പ്ലസ് ഡിഗ്രി ആണ് അതിൻ്റെ മിനിമം ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന തേർഡ് ഇയർ 21 വയസ്സും ആയ ആൾക്കായിരിക്കും സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യുക, എക്സാം എഴുതാൻ പറ്റുക. അപ്പോൾ നിങ്ങളിപ്പോൾ ആ വയസ്സിന് മുന്നുള്ള ആളുകളായിരിക്കും, അതിന് ശേഷം കഴിഞ്ഞ ആളുകളായിരിക്കും. ഏത് സമയത്തും പ്രിപ്പറേഷൻ തുടങ്ങാമെന്നുള്ളതാണ്. അപ്പോൾ പ്രിപ്പറേഷനിലേക്ക് കടക്കുമ്പോൾ IASന് പഠിക്കേണ്ട സമയം എന്ന് പറയുമ്പോൾ, IASന് സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങേണ്ടത് ഒന്നെങ്കിൽ ഡിഗ്രി മുതലോ ഡിഗ്രി കഴിഞ്ഞിട്ടോ ആണ് നല്ലത്. പക്ഷേ IAS ആഗ്രഹിക്കുന്ന ആളുകൾ ചെറിയ പ്രായം മുതൽ തന്നെ അതിനുവേണ്ടി പഠിക്കുന്നത്, ചെറിയൊരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്, ഒരു ഫൗണ്ടേഷൻ ലെവൽ അതിനുവേണ്ടി പഠിക്കുന്നത് എപ്പോഴും നല്ലതാണെന്നുള്ളതാണ്. കാരണം 21 വയസ്സിലേക്ക് IAS കിട്ടിയ പല ആളുകളെയും നിങ്ങൾക്ക് വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അവരുടെ എക്സ്പീരിയൻസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, അവർ ചെറിയ പ്രായത്തിൽ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യമായ ഒരു സപ്പോർട്ട്, സിവിൽ സർവീസിന് വേണ്ടിയുള്ള ഒരു ഗൈഡൻസ് കിട്ടുകയും അതിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ പ്രായം മുതൽ തന്നെ അവർ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥികളുടെ രക്ഷിതാവാണോ നിങ്ങൾ, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥികളാണോ, അത് ഏത് ക്ലാസ് ആയിക്കോട്ടെ, 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാമെന്നുള്ളതാണ്. ഡിഗ്രിക്കാർ എന്താണ് ചെയ്തു തുടങ്ങേണ്ടത്, ഡിഗ്രി കഴിഞ്ഞ ആളുകൾ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നതിന് ശേഷം പറഞ്ഞു തരാം. അപ്പോൾ സ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവരെന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു തുടങ്ങാൻ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത് സ്കൂൾ സമയമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ബേസിക്സ് എന്ന് പറയുമ്പോൾ, ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോൾ പത്രം വായന തുടങ്ങുക, വായനാശീലം ഉണ്ടാക്കുക, IASൽ വേണ്ട GK ഡെവലപ്പ് ചെയ്യുക, ജനറൽ നോളജ് ഡെവലപ്പ് ചെയ്യുക, റൈറ്റിംഗ്, റീഡിംഗ്, സ്കിൽ ഡെവലപ്മെൻറ്റുകളൊക്കെ ഈ സമയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് അത് സെൽഫായിട്ട് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് അതൊരു ക്ലാസ്സോട് കൂടി പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ IAS ജൂനിയർ കോഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഈ പറഞ്ഞ ഈ ഒരു സ്കൂൾ സമയത്ത് IAS ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുകയും IAS എന്നുള്ള വലിയൊരു ലക്ഷ്യത്തിന് അവരെ ഡ്രീം ചെയ്ത് ഗോൾ സെറ്റിംഗ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിലൂടെ ചെയ്യുന്നത്. ആ ഒരു കാര്യമാണ് നിങ്ങൾ സ്കൂൾ സമയം മുതൽ തുടങ്ങേണ്ടത്. ഡ്രീമിങ്, ഗോൾ സെറ്റിംഗ് നമ്മുടെ ലക്ഷ്യമാക്കി മാറ്റുക. IAS നേടിക്കഴിഞ്ഞാൽ എന്ത് കാര്യങ്ങളാണ് കിട്ടാൻ പോകുന്നത്, അങ്ങനത്തെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നമുക്ക് ഒരുപാട് വായിക്കാനും പഠിക്കാനൊക്കെ ഉണ്ടാവില്ല IAS എക്സാം എഴുതുമ്പോൾ, അതിലേക്ക് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുള്ള ചെറിയൊരു ധാരണ ഇവിടുന്ന് ഉണ്ടാക്കുക, അഥവാ ബേസിക് ആയിട്ടുള്ള വായനാശീലം ഉണ്ടാക്കുക. നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യിക്കുന്ന ഒരു വർഷം കൊണ്ട് 50 പുസ്തകങ്ങൾ വായിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കും അത് ശീലമാക്കാം. സ്ഥിരമായിട്ട് ഡെയിലി ഒരു 5 പേജൊക്കെ ഡെയിലി ഒരു പുസ്തകങ്ങൾ വായിക്കുക, ഒരാഴ്ചനുള്ളിൽ ഒരു പുസ്തകം വായിച്ച് തീർക്കുക. ചെറിയ പുസ്തകങ്ങളായാലും പ്രശ്നമില്ല, അത് ചെയ്യാൻ പറ്റും. ഡെയിലി പത്രം വായന ചെയ്യുക, GK ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. റീഡിങ്, ഞാൻ നേരത്തെ പറഞ്ഞ 10 ബുക്കുകൾ വായന, സ്കൂൾ പുസ്തകങ്ങളും വായിക്കാം കേട്ടോ, അതും വായനയിൽ പെടുന്നത് തന്നെയാണ്. പിന്നെ റൈറ്റിംഗ് സ്കില്ലുകളോ ലിസണിങ് സ്കില്ലുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പത്രം കേൾക്കുന്ന, ന്യൂസ് കേൾക്കുക, ലിസണിങ് ചെയ്യുക, നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൂടാതെ പിന്നെ ഡ്രീമിങ്, ഗോൾ സെറ്റിംഗ്, പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, സ്കൂൾ സമയം മുതൽ തുടങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫൗണ്ടേഷൻ ഏറ്റവും ബെസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള സമയം എന്ന് പറയുന്നത് സ്കൂൾ സമയത്താണ്. +2 വരെ അത് ചെയ്യാൻ പറ്റും. ഡിഗ്രി എത്തിയ ആളുകൾക്ക് ഫൗണ്ടേഷൻ പ്ലസ് PCMോട് കൂടി പഠിക്കുന്നതായിരിക്കും നല്ലത്. PCM എന്ന് പറയുമ്പോൾ ഫൗണ്ടേഷനും വേണം, ഫൗണ്ടേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ഫൗണ്ടേഷൻ പ്ലസ് പ്രിലിംസ് കം മെയിൻസ് പഠിച്ചു തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ് ഡിഗ്രി സമയം എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫൗണ്ടേഷൻ പ്ലസ് PCM ക്ലാസ് നിങ്ങൾക്ക് വേണമെങ്കിലുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടാം. ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. 54,000 രൂപ വരുന്ന പ്രോഗ്രാം. ആദ്യം ജോയിൻ ചെയ്യുന്ന പുതിയ ബാച്ചിലേക്കുള്ള ഒരു 10 കുട്ടികൾക്ക് 9,900 രൂപയ്ക്ക് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്
പത്രം വായന കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ നടക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പ്ലസ് അതിൻ്റെ കൂടെ NCERT ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ബേസിക്സ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കാര്യങ്ങളിലോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ NCERT വായിച്ചു തുടങ്ങാം. NCERT വായിക്കുക, പത്രം വായന, ഹിന്ദു പേപ്പർ വായിച്ചു തുടങ്ങുക, ഡീറ്റെയിൽ ആയിട്ട് വായിക്കുക, കറണ്ട് അഫയേഴ്സ് വായിക്കുക. പിന്നെ പ്രിലിംസും മെയിൻസിൻ്റെയും പഠനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഡിഗ്രി സമയം. ഇനി ഡിഗ്രി കഴിഞ്ഞ ആളാണെങ്കിൽ അയാളൊന്നും നോക്കാനില്ല. ഡിഗ്രി കഴിഞ്ഞ് നിങ്ങൾക്ക് IAS ആഗ്രഹിക്കുന്ന ഏത് സമയമാവട്ടെ, വർക്ക് ചെയ്യുന്ന സമയം, നിങ്ങൾക്ക് OBC 35 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. അതിന് മുന്നുള്ള ഏത് സമയമാണെങ്കിലും, ജനറലായി 32 വയസ്സ് വരെ എഴുതാൻ പറ്റും. അതിന് മുന്നുള്ള ഏത് സമയം മുതൽ നിങ്ങൾക്ക് IAS ആഗ്രഹിച്ചു തുടങ്ങുകയാണെങ്കിൽ, ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ ഫുൾ ടൈം പ്രിപ്പറേഷനിലേക്ക് ഇരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ PG കാര്യങ്ങളോ പഠിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഒരു ഫുൾ ടൈം പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിൽ ഫുൾ കോഴ്സുകൾ, നമുക്ക് അതിൻ്റെ ബന്ധപ്പെട്ട കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ. അപ്പോൾ ഒരു ഫുൾ കോഴ്സ് പഠിച്ചത് സെൽഫായിട്ടായാലും പ്രശ്നമില്ല കേട്ടോ. നീ ക്ലാസ് ജോയിൻ ചെയ്ത് പഠിക്കണമെങ്കിലാണ് ഈ പറഞ്ഞത്. അങ്ങനെ പഠിക്കുകയാണെങ്കിലും നല്ലത്. ക്ലാസ് പൊതുവെ നല്ലതാണ്. അതല്ല, നിങ്ങൾ കോൺഫിഡൻ്റ് ആണ്, സെൽഫായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും തോന്നുന്നുണ്ടെങ്കിൽ സിലബസ് ബേസ് ചെയ്തുകൊണ്ട് പഠിക്കാം. അപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് അവിടെ മുതലാണ്. ഏത് ഡിഗ്രി കഴിഞ്ഞ ആളുകൾ ഒട്ടും സമയം മാറ്റി വെക്കാനില്ല. ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ഫസ്റ്റ് ഇയർ മുതൽ ബേസിക് തുടങ്ങാം. തേർഡ് ഇയർ ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഫുൾ ടൈം പ്രിപ്പറേഷൻ തുടങ്ങുന്നത് നല്ലതായിരിക്കും. കാരണം തേർഡ് ഇയർ കഴിഞ്ഞാൽ എക്സാം എഴുതാം. ഓക്കെ, അപ്പം ഒരു പഠിക്കാൻ വേണ്ട ഒരു സമയം എന്ന് പറയുന്ന ഒരു വർഷം മുതൽ 1.5 വർഷം മുതൽ ഒരു 2 വർഷം വരെ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു പ്രിപ്പറേഷന് വേണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയം എടുത്തുകൊണ്ട് പ്ലാനിങ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഏത് സമയം മുതൽ തുടങ്ങുന്നു എന്നതിലല്ല, നിങ്ങളിപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾ എത്തി നിൽക്കുന്നത്, അവിടുന്ന് അങ്ങോട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു പ്ലാനിങ് തയ്യാറാക്കി നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതാണ് വേണ്ടത് എന്നുള്ളതാണ്. ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ആളാണെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഇപ്പം മുതൽ അതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അത് ചെറിയ കുട്ടികളാണെങ്കിൽ, സ്കൂൾ കുട്ടികളാണെങ്കിൽ അങ്ങനെ, ഡിഗ്രിക്കാരാണെങ്കിൽ അങ്ങനെ, ഡിഗ്രി കഴിഞ്ഞ ആളുകളാണെങ്കിൽ. ഇതിൽ ഏത് ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ ക്ലാസ്സും ഇൻഡിവിജ്വൽ മെൻറ്ററിംഗ് പ്രോഗ്രാമും 1-to-1 മെൻറ്ററിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കൂടുതൽ നമ്പറെ ബന്ധപ്പെടാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താവുന്നതാണ്. ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള പല നിങ്ങളുടെ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ വീഡിയോസുമായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് കാണാം. അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. അതുവരേക്കും ബൈ.